ലോകത്തിന്റെ പ്രഭു സാത്താനാണ്. അതുകൊണ്ടാണ് വീണെന്നെ നമസ്കരിച്ചാൽ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും നിനക്ക് തരാം എന്നവൻ യേശുവിനോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ സാത്താന്റെ അധീനതയിലുള്ള ഈ ലോകത്തിൽ വസിക്കുന്ന നമ്മൾ ജഡമോഹത്തിനടിമപ്പെടാനും അവൻ നമ്മുടെ കണ്ണുകളെ കുരുടാക്കുവാനും സാധ്യതയുണ്ടെന്ന് സാരം. ഈ ലോകത്തിലെ നമ്മുടെ ചില പ്രവൃത്തികൾ വചനവിരുദ്ധമാണെന്ന് അറിഞ്ഞിട്ടും നമുക്കതൊന്നും തെറ്റാണെന്ന് തോന്നുന്നില്ലെങ്കിൽ അവൻ നമ്മെ കുരുടന്മാരാക്കിയിരിക്കുന്നു എന്ന് പറയാം. സ്നേഹിത, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ദൈവം നമ്മെ കാക്കുന്നതിനായി കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും 3.5 വർഷം യേശുവിനോടൊപ്പം നടന്ന യൂദാസ് ഒടുവിൽ സാത്താന്റെ പിടിയിൽ അകപ്പെട്ടതും ദേമാസ് ലോകത്തെ സ്നേഹിച്ച് പൗലോസിനെ വിട്ടു പോയതും നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെയാണ് നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു എന്ന് വചനം പറയുന്നത്.